CM അബ്ദുള്ള മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹത്തിൻ്റെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ദാരുണമായ മരണത്തിന് 5 വർഷം തികയുന്ന ദിവസമാണ് സഫർ 30 ഇന്നലെ. അദ്ദേഹത്തിൻ്റെ അമരസ്മരണകൾ തുടിച്ചു നിൽക്കുന്ന ഈ മഹത്തായ ഉജ്ജ്വലമായ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ക്രൂരമായ വധം, കൊലപാതകം CBI സംഘം അന്വേഷിച്ചിട്ട് തെളിയിക്കപ്പെടാതെ പോയ സ്ഥിതിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ സംഘടന കോടതിയിൽ ബന്ധപ്പെട്ട് ഒരു പുനരന്വേഷണത്തിന് ആവശ്യപ്പെട്ട് അത് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുമ്പോൾ നമുക്ക് സമാധാനിക്കാം, സമാശ്വസിക്കാം. ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയ്റ്റ്സ്. സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരിക തന്നെ ചെയ്യും. ആദരണീയനായ CM ഉസ്താദിന്റെ കൊലയാളികളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയും പ്രവർത്തനവും ഒപ്പം തുടരാം. അഭിവന്ദനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഗത്ഭനായ നായകനായിരുന്ന കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹത്തിൻ്റെയും സ്മരണകൾ തുടിച്ചു നിൽക്കുന്ന ഈ അനുഗ്രഹീതമായ സദസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെയൊക്കെ കാൽപ്പാട് പിന്തുടർന്നുകൊണ്ട് ഈ മേഖലയിൽ ഇന്ന് നാം ഉറച്ചു നിൽക്കുന്നത് പോലെ വരും തലമുറകൾക്കും ഉറച്ചു നിൽക്കാനുള്ള കരുത്തും തൗഫീഖും ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, 1 വർഷം മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാറ്റി നിർത്തപ്പെട്ട വിഭാഗത്തിൻ്റെ നായകൻ ഒരു കന്നഡ യാത്ര നടത്തി. രാജകീയമായ പ്രൗഢിയോടുകൂടി സുഖലോലുപനായി കോടികൾ വിലമതിക്കുന്ന ഒരു വാഹനത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളുമുള്ള, കുളിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഉറങ്ങാനും യാന്ത്രികമായി സ്റ്റേജാക്കി മാറ്റാനും സംവിധാനിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസോടുകൂടിയുള്ള ആ കോടികൾ വിലമതിക്കുന്ന വാഹനത്തിൽ കോടികൾ വാരി വിതറി എറിഞ്ഞ് ഒരു കന്നഡ യാത്ര നടത്തി. അതിൻ്റെ സമാപനം ഈ നെഹ്റു മൈതാനത്തിലായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. അന്ന് കന്നഡയിലെ അവരുടെ പ്രവർത്തകൻ മാത്രമല്ല, ആ സമാപന ദിവസം കേരളത്തിൽ നിന്ന് വാഹനങ്ങൾ ഒഴുകി വരികയാണ്. എന്നിട്ടും ഈ മൈതാനം നിറക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്നിതാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ പ്രചരണോദ്ഘാടനം മാത്രം ഈ നെഹ്റു മൈതാനത്തിൽ നടത്തിയപ്പോൾ ഇതാ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞൊഴുകി ഈ നഗരി ഉൾക്കൊള്ളാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘമാണ്. ഈ പ്രാവശ്യം നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാർ തീർത്തു പറഞ്ഞു, ഇപ്രാവശ്യത്തെ പ്രമേയം ആദർശ വിശുദ്ധിയുടെ 90 വർഷം തന്നെയായിരിക്കണം. സമസ്തയും ഇതര ഘടകങ്ങളും അല്ലെങ്കിൽ ഇതര സംഘടനകളും തമ്മിലുള്ള അന്തരം മുസ്ലിം സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം, ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോൾ വിശുദ്ധ റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ ദിനമാണ്. ഹബീബായ നമ്മുടെ കരളിന്റെ കഷ്ണമായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം. കേരളത്തിൽ മാത്രമല്ല, കർണാടകയിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സഹോദരന്മാർ ഈ മാസത്തോടനുബന്ധിച്ച് പ്രവാചക തിരുമേനിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ വൈവിധ്യമാർന്ന നബിദിന പരിപാടികൾ നടത്താൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ റബീഉൽ അവ്വൽ 12-നും അനുബന്ധിച്ച ദിവസങ്ങളിലും നബിദിന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ബിദ്അത്താണ്, അത് അനാചാരമാണ്, അത് ശിർക്കാണ്, അത് കുഫ്റാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അതിനെതിരെ ശക്തമായ ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചില സലഫി പ്രസ്ഥാനക്കാരുണ്ട്. അവർ പല ചോദ്യങ്ങളും ചോദിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ്. അവർ ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകീർത്തനമാവാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗദ്യ പദ്യ സമ്മിശ്രമായി തന്നെ വാഴ്ത്താം, പ്രവാചക തിരുമേനി അധ്യാപനങ്ങൾ സമൂഹത്തിന് കൈമാറാം, പ്രവാചക തിരുമേനി ജനിച്ചത് സന്തോഷം രേഖപ്പെടുത്താം, എല്ലാം റെഡി. പക്ഷേ റബീഉൽ അവ്വൽ 12-ന് പ്രവാചക തിരുമേനിയെ പ്രകീർത്തിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ചടങ്ങ് നടത്തിയ, എന്തെങ്കിലും ഒരു തെളിവിന്റെ ശകലം കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അനുസ്മരിക്കട്ടെ, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച,
റബീഉൽ അവ്വൽ 12 മാത്രമല്ല, ആ 12 തിങ്കളാഴ്ചയുമായിരുന്നു. അതേ ദിവസമായിരുന്നു ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി മദീനയിൽ ആദ്യമായി കാലുകുത്തിയ ദിവസം. ഇതൊരു യാദൃശ്ചികമായ സംഭവമല്ല. തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12. ആ ജനിച്ച 12 ദിവസം തിങ്കളാഴ്ച ദിവസം, അതേ ദിവസം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക തിരുമേനിയുടെ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്ത് മദീനയിൽ കാലുകുത്തി തങ്ങളെ സ്വഹാബത്ത് വരവേൽക്കുന്ന ആ ആഘോഷപൂർണമായ ആ ദിനത്തിന് സാക്ഷ്യം വഹിക്കാൻ ആ ദിവസം തന്നെ അല്ലാഹു എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു? അന്ന് തങ്ങൾ ഇറങ്ങി വരുമ്പോൾ സ്ത്രീകളും കുഞ്ഞുങ്ങളും എന്നല്ല ആബാല വൃദ്ധം ജനങ്ങൾ തങ്ങളെ ദഫും മുട്ടിക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് മൗലിദിന്റെ സുന്ദരമായ ഈരടികൾ ചൊല്ലിക്കൊണ്ട് വരവേറ്റത് ചരിത്രത്തിന്റെ താളുകൾ രേഖപ്പെട്ട് കിടക്കുന്നു. അന്നാണ് ആ പ്രസിദ്ധമായ ഇന്നത്തെ മൗലിദിന്റെ ഭാഷ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ പ്രകീർത്തനത്തിന്റെ മൗലിദിന്റെ ഈരടികൾ അന്ന് തങ്ങളെ വരവേറ്റുകൊണ്ട് സഹാബികൾ ചൊല്ലിത്തീർത്തത്. തങ്ങളതിൽ ബിന്ദുവായി ലയിച്ചു തേരുകയാണ്. തലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാ വജബ ശുക്രു അലൈന മദഅ ലില്ലാഹി ദാർ അയ്യുഹൽ മബ്ഊസു ഫീന ജിഅത ബിൽ അംറിൽ മുതാർ ജിഅത ശറഫ്തൽ മദീന മർഹബ യാ ഖൈറദാർ. പ്രവാചക തിരുമേനിയുടെ സഹാബിവരന്മാർ ദഫും മുട്ടിക്കൊണ്ട് ഈ സുന്ദരമായ മൗലിദിന്റെ ഈരടികൾ ചൊല്ലിക്കൊണ്ട് ആ സാഘോഷം യാത്ര വരവേൽപ്പ് നൽകിക്കൊണ്ട് കൂട്ടം കൂട്ടിക്കൊണ്ട് വരവേറ്റുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ ഇത് ശിർക്കായിരുന്നെങ്കിൽ, ഇത് തെറ്റായിരുന്നെങ്കിൽ, ഇത് ബിദ്അത്തായിരുന്നെങ്കിൽ, ഇത് അനാചാരമായിരുന്നെങ്കിൽ തങ്ങൾ അവിടെ വിലക്കണ്ടേ? ഇത് റബീഉൽ അവ്വൽ 12 ഇന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് അനാചാരമാണ്, എന്നെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ സുന്ദരമായ എന്നെ പുകഴ്ത്തുന്ന ഈരടികൾ ചൊല്ലാൻ പാടില്ലെന്ന് പറഞ്ഞ് വിലക്കിയില്ലെന്ന് മാത്രമല്ല, പ്രവാചക തിരുമേനി അതിന് അംഗീകാരം നൽകിക്കൊണ്ട് ആ യാത്രയിൽ ആ വരവേൽപ്പിൽ ഒരു ബിന്ദുവായി ലയിച്ചു ചേർന്നുകൊണ്ട് നേരെ മുന്നോട്ട് ഗമിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്ന് മാത്രമല്ല, ഇത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയായിരുന്നു സംഭവിച്ചിരുന്നത് എന്ന് സലഫി പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നായകൻ പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരി അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തി വെക്കുന്നു, ശരിവെക്കുന്നു. ആർക്കും നിഷേധിക്കാനാകില്ല. ഇതല്ലേ വസ്തുത? ഇതല്ലേ യാഥാർത്ഥ്യം? ഇതല്ലേ പരമാർത്ഥം? അതിന്റെ തനിയാവിഷ്കാരമല്ലേ നമ്മുടെ മൗലിദ്? തലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാ വജബ ശുക്രു അലൈന മദഅ ലില്ലാഹി ദാർ. ഇതാ പ്രവാചകരാവുന്ന പൊന്നൊളി ഞങ്ങൾക്കിടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. തങ്ങളാവുന്ന പൗർണമി പ്രത്യക്ഷപ്പെടുമ്പോൾ ഞങ്ങൾ തങ്ങളോട് നന്ദി കാണിക്കാൻ ബാധ്യസ്ഥരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചൊല്ലുന്ന മൗലിദ് അത് തന്നെ സെയിമ. അവർ തലഅൽ ബദ്റു അലൈന എന്ന് പറയുമ്പോൾ നമ്മൾ അശ്റഖൽ ബദ്റു അലൈന ഫഖ്തഫത് മിൻഹുൽ ബുദൂർ മിസ്ല ഹുസ്നിക മറഅയ്ന ഖത്തു യാ വജ്ഹ സുറൂർ. ഇതാ ഞങ്ങൾക്കിടയിൽ പ്രവാചകരാവുന്ന പൂർണ്ണ പൗർണമി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആ നിലാവ് ചുരത്തിക്കൊണ്ടിരിക്കുന്നു, പരത്തിക്കൊണ്ടിരിക്കുന്നു. തങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മറ്റു നക്ഷത്രങ്ങൾക്ക് അസ്തമിച്ചു പോയി. അത് തന്നെയല്ലേ പ്രവാചക തിരുമേനിയുടെ സഹാബാക്കൾ റബീഉൽ അവ്വൽ 12 ചൊല്ലിയത്? തലഅൽ ബദ്റു അലൈന, ഇതാ പൂർണ്ണ പൗർണമി ഞങ്ങൾക്കിടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. വജബ ശുക്രു അലൈന, തങ്ങളോട് ഞങ്ങൾ നന്ദി കാണിക്കാൻ ബാധ്യസ്ഥരാണ്. സെയിം രണ്ടും ഒന്നേ. എന്നിട്ട് പ്രവാചക തിരുമേനി ജനിച്ച ദിവസത്തിൽ റബീഉൽ അവ്വൽ 12 സഹാബത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്തായി ഉദ്ധരിക്കാൻ സാധിക്കുമോ? എത്ര സംഭവം, ഇത്ര സംഭവങ്ങൾ പോരെ. എന്നിട്ട് പ്രവാചക തിരുമേനി അപ്പുറത്തേക്ക് നീങ്ങിപ്പോയിട്ട് എവിടെയാണ് ആദ്യം ഇറങ്ങുന്ന വീട് ആളുകൾ നോക്കി കാണാൻ ഇരിക്കുക പ്രതീക്ഷയോടുകൂടി. ആളുകളൊക്കെ പറയുന്നു തങ്ങൾ ഇവിടെ നിന്ന് കാരണം, ഇവിടെ നിന്ന് കാരണം. ഇല്ല, നിങ്ങൾ ആ ഒട്ടകത്തെ വിട്ടേക്ക്. ഫൈനഹ മഅ്മൂറ, ഒട്ടകത്തിന് റബ്ബിന്റെ ഭാഗത്ത് നിർദ്ദേശമുണ്ട്. ആ ഒട്ടകം മുട്ടുകുത്തുന്നിടത്ത് ഞാൻ ഇറങ്ങും. അങ്ങനെ സയ്യിദുന അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു മഹാനവരുടെ വീട്ടിന്റെ മുറ്റത്ത് ഒട്ടകം മുട്ടുകുത്തുന്നു. പ്രവാചക തിരുമേനി അവിടെ ഇറങ്ങുന്നു, ആ വീട്ടിൽ താമസിക്കുന്നു. അദ്ദേഹത്തിന് ആതിഥേയത്വം നൽകിയാൽ വല്ലാത്ത ആഹ്ലാദം, സന്തോഷം, അനുഭൂതി, ആനന്ദം. അടുത്ത വീട്ടുകാർക്ക് എന്താ സന്തോഷം? ഞങ്ങൾ അയൽ വീടാണല്ലോ നബി തങ്ങൾ താമസിക്കാൻ തിരഞ്ഞെടുത്തത്. എന്നിട്ട് അടുത്ത വീട്ടിലെ പെൺകുട്ടികൾ വന്നിട്ട് തങ്ങളോട് ചോദിക്കാം, തങ്ങളെ പ്രകീർത്തിച്ച് ഞങ്ങളൊന്ന് പാടട്ടെ, 2 വരി മൗലിദ് ഓതിക്കോട്ടെ, തങ്ങളോട് പാടിക്കോ. ആ കുട്ടികൾ പാടുക, നഹ്നു ജവാരിം മിൻ ബനി നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദും മിൻ ജാരി. ഞങ്ങൾ ബനു നജ്ജാർ ഗോത്രത്തിലെ ഏതാനും പെൺകുട്ടികളാ.
യാ ഹബ്ബദ മുഹമ്മദും മിൻ ജാരി, മുഹമ്മദ് നബിയെ ഞങ്ങൾക്ക് അയൽക്കാരനായി കിട്ടിയല്ലോ, എന്തുമാത്രം സന്തോഷകരമാണ്, ഹൃദ്യമാണ്, ആനന്ദദായകമാണ്. ഈ മൗലിദിന്റെ വരികൾ ചൊല്ലിയപ്പോ തങ്ങൾ പറയും മക്കളെ നിർത്ത് എന്ന് പറഞ്ഞു. കുട്ടികളൊന്ന് പേടിച്ചു. പക്ഷേ തങ്ങൾ ചോദിച്ചു, അതുഹിബ്ബുനനി, എന്റെ പൊന്നുമക്കളെ നിങ്ങൾ എന്നെ വാഴ്ത്തിപ്പാടുന്നത്, എന്നെ പ്രകീർത്തിക്കുന്നത് ആത്മാർത്ഥമായി എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ, സ്നേഹിച്ചുകൊണ്ട് തന്നെയാണോ വാഴ്ത്തുന്നത്? ആ കുട്ടികൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബെ അങ്ങയെ കുറിച്ച് എൻ്റെ ഉമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, ഞങ്ങൾ ഉപ്പ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഞങ്ങൾ നാട്ടുകാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് തങ്ങൾ ജീവന്റെ ജീവനാണ്, അതുകൊണ്ട് മനസ്സറിഞ്ഞ് തന്നെയാണ് അങ്ങനെ വാഴ്ത്തുന്നതെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് കൊടുത്ത മറുപടി കേൾക്കണോ? വല്ലാഹു യഅലമു അന്ന ഖൽബി യുഹിബ്ബുകുൻ, പടച്ച റബ്ബ് സാക്ഷിയാണ്, എൻ്റെ മനസ്സ് തിരിച്ച് നിങ്ങൾ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നു എന്നതിനെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദിവസം നടന്നിട്ട് സുഹൃത്തുക്കളെ അനിഷേധ്യമായ പരമാർത്ഥ. പിന്നെ അവരുടെ ചോദ്യം, അങ്ങനെ നബി തങ്ങളെ കാലത്ത് തന്നെ ഈ പ്രവാചക പ്രകീർത്തനങ്ങളും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ എന്നാൽ ചോദിക്കട്ടെ, അബൂബക്കർ സിദ്ദീഖ് ഏത് മൗലിദാ ഓതിയത് റളിയല്ലാഹു അൻഹു? ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഏത് മൗലിദാ ഓതിയത്? ആയിഷ ബീവി മങ്കൂസ് മൗലിദാ ഓതിയത്? ഷറഫലനാമ ഓതിയത്? ഇമാതിരി ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തെറ്റിദ്ധാരണാജനകമായ ചോദ്യങ്ങൾ ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, അവരോട് തിരിച്ചൊരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കേണ്ടതുള്ളൂ. ഇസ്ലാമിക ലോകത്ത് അള്ളാഹുവിന്റെ ഹബീബ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പണ്ഡിതന്മാർ ഈ സ്വഹാബി പ്രമുഖന്മാരാണ്, ഈ ഖുലഫാക്കളും അതുപോലെ ആയിഷ ബീവിയും മറ്റുമൊക്കെ തന്നെയാണ്. ഖുർആൻ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങൾ കിടക്കുന്ന ഹദീസുകൾ ആ ഹദീസിന്റെ കിതാബിലാ. നമുക്ക് അവരോട് തിരിച്ചു ചോദിക്കാം, അബൂബക്കർ സിദ്ദീഖ് ഹദീസിന്റെ ഏത് കിതാബ് ഓതി? ബുഖാരി ഓതിയിട്ടുണ്ടോ? ഉമറുൽ ഫാറൂഖ് തങ്ങൾ മുസ്ലിം ഓതിയിട്ടുണ്ടോ? അല്ല ആയിഷ ബീവി തിർമിദി ഓതിയത് ഏത് ഹദീസിന്റെ കിതാബ് ഓതെന്ന് ചോദിച്ചാൽ ആ വിഭാഗം മറുപടി പറയും, ഇല്ല, ഒരു ഹദീസിന്റെ ഒരു കിതാബ് ഓതിയിട്ടില്ല, അന്ന് ഹദീസിന്റെ കിതാബുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അതേ മറുപടിയാണ് അവരോട് പറയേണ്ടത്, അന്ന് മൗലിദിന്റെ കിതാബുകൾ ഈ വിധത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല എന്ന കൃത്യമായ മറുപടി പറയുമ്പോൾ ഈ പ്രസ്ഥാനത്തിനൊരു മറുപടിയും നമ്മുടെ മുന്നിൽ പറയാൻ സാധ്യമല്ല. നമ്മുടെ ആദർശത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഇത്തരം പുതിയ ചിന്തകളുമായി കടന്നു വരുന്നവരെ നാം വളരെ ഗൗരവപൂർവ്വം വിലയിരുത്തേണ്ടിയിരിക്കുന്നു സാന്ദർഭികമായി ഞാൻ പറയുകയാണ്.